നമ്മുടെ കേരളത്തില് മൺമറഞ്ഞു പോയ ഐറ്റമാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. കാണുന്ന വിശാലമായിട്ടുള്ള പെട്രോൾ പമ്പിലാട്ടോ കിടന്നേ. ഇത്രയും ദിവസം വന്നിട്ട് ഇതുപോലെ ഇത്രയും വലുപ്പത്തിലൊരു പെട്രോൾ പമ്പ് ഞാൻ കണ്ടിട്ടില്ല. നല്ല ഭംഗിയുള്ള ഒരു സൺറൈസ്. നമ്മുടെ കുഞ്ഞുവാവ് ഇവിടെ ചെടി കാര്യങ്ങളൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് ഇനി ഒന്ന് ഫ്രഷപ്പ് ആവണം. ദളപതി വിജയനെ കാണുവാനുള്ള 27ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ കുളിച്ച് ഫ്രഷായി വേറെ മൂഡായി നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും പോരാ, നമുക്ക് ഒരുമിച്ച് പോയി കാണാം. പിന്നെ നമ്മുടെ യാത്രയിൽ സന്തോഷവും സങ്കടവും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ എത്തിക്കേണ്ടടുത്തേക്ക് എത്തിക്കുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. നമ്മുടെ ഇന്നത്തെ കാൽനട യാത്ര ഇവിടെ തുടങ്ങാം കേട്ടോ. പറിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മുടെ ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. വേറെ വിചാരിക്കല് ഈ ഒരു സ്ഥലത്തിന്റെ പേരാട്ടോ അത്. അല്ല അവര് പറിക്കൽ എന്നാ പറയുന്നത്. അത് നീ പറയുമ്പോ ശരിക്കും പറഞ്ഞ അങ്ങനെ കേട്ടോ. ഈ ഒരു പെട്രോൾ ബങ്കിലാട്ടോ കിടന്നേ. ഞാൻ ഈ ഒരു പേര് അവിടെ മൂട് വായിച്ചായിരുന്നു. ഞാൻ എന്നിട്ട് മുണ്ടിയില്ല. ഇതെന്ത് സ്ഥലത്ത്? സമയം ഇപ്പോ 7:30 ആയിട്ടോ. NH റോഡിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂര്യനാണെങ്കിൽ ഉദിച്ച് നിക്കാണ്. പക്ഷെ വലിയ ചൂടില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചൂടാവും. സൂര്യനാണെങ്കിൽ നമ്മളെ കാണാൻ വേണ്ടി ഉദിച്ചിരിക്കാണ് കേട്ടോ. ആകാശമൊക്കെ വേറെ ലെവല്. ആ കാണുന്ന മുഴുവനും പാടം കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കാഴ്ച. മോനെ, എത്ര ഏക്കർ ആയിരിക്കും അല്ലേ? റോഡിൽ കൂടെ മാത്രം നടന്നു പോയാൽ പോരല്ലോ. ഉള്ളിലോട്ടൊരു കാഴ്ച ഉണ്ടപ്പോ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ പോകട്ടോ. ഈ ഫ്രെയിം നോക്കി എന്ത് ഭംഗിയാന്നൊക്കെ. ചെറിയ കാറ്റടിച്ചിട്ട് എല്ലാം ഉണ്ടല്ലോ, അതിന്റെ ഇല ഇങ്ങനെ ആടി കളിക്കുന്നുണ്ട്. ഇതൊക്കെ ഇത് മുഴുവനും നെല്ല കേട്ടോ. അയ്യോ എന്ത് രസം നിൽക്കുന്ന ഫ്രെയിം. വേറെ ലെവല് കേട്ടോ. ആടി കളിക്കുന്നുണ്ടോ? ഞാൻ നെല്ലുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇത് നെല്ലാണ്. അയ്യോ ലാടില്ല കേട്ടോ, പച്ചയാണ്. ഏണ്ടാബി വേറെ ലെവല്. ഓ എത്ര പറിച്ചാലാട്ടോ ഇതിനകത്ത് തീരുന്നത്. നമുക്ക് കേരളത്തിന് ആളെ വിളിക്കാം. എന്താ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് പറിച്ചെടുക്കാം. ഈ സ്ഥലത്തിന്റെ പേരും പറിക്കൽ. അപ്പൊ നമുക്ക് തുടങ്ങിയേക്കാം. നമ്മള് വണ്ടിയിലൊക്കെ പോവാണെങ്കിൽ ഈ സൈഡിലോട്ട് നോക്കുമ്പോ ഇവിടെ മുഴുവനും കാടല്ലേ. ഇതിന്റെ അപ്പുറത്ത് മുഴുവനും നെൽപ്പാടം കേട്ടോ. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് കണ്ടോ, മുഴുവനും നെൽപ്പാടം. ഒരു ചേച്ചി പശുവിനെ കൊണ്ട് പോകുന്നുണ്ടോ? അതെ, ഒരു അമ്മേനെ കണ്ടോ. അമ്മ അവിടെ നിന്നുകൊണ്ട് ചെറിയ ചെറിയ ചുള്ളിക്കമ്പുകളൊക്കെ ഒടിച്ചെടുക്കും കേട്ടോ. വീട്ടിലേക്ക് കഞ്ഞിയും കറിയും വെക്കാൻ വേണ്ടി വിറക് കൊണ്ടാൻ വേണ്ടി ഞാൻ തോന്നുന്നു. ആ കാണുന്നത് അമ്പലം കേട്ടോ. തൊട്ടടുത്ത് ഒരു കുളവുണ്ട്. നമ്മള് കുളിച്ചില്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ചാടിയാലേ. അതെന്താ പറയാ കറുത്ത കളറിൽ കാണുന്നേ? അത് പുതിയ കൃഷി ഇടാൻ വേണ്ടി മൊത്തം കത്തിച്ച് അതിന് കുറച്ചു ദിവസം കഴിയുമ്പോ ഒരു വളമായിട്ട് മാറുന്നത്. വരുന്ന വഴിക്ക് നമ്മള് കുറെ ചക്ക വിൽക്കുന്ന ആൾക്കാരെ ഇന്നലെ കണ്ടില്ലേ. മുഴുവനും ചക്ക ഇവരെ കച്ചവടം ചെയ്തിട്ട് അത് കച്ചവടം ആവാതെ വരുമല്ലോ. അങ്ങനെ അവസാനം അത് വേസ്റ്റ് ആയി പോയതാട്ടോ ഈ കാണുന്നത്. അവിടെ താഴെ കിടപ്പുണ്ട് കുറെ. തമിഴ്നാട്ടിൽ കയറിയിട്ട് നമ്മളെ ഇന്നൊരു വെറൈറ്റി ഒരു സാധനത്തിനെ കണ്ടിട്ടോ. ഈ റോഡ് ക്രോസ് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങിയതാട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട്. ആ ഒരു കാട്ടില് മുഴുവൻ ഇതുണ്ടോ, ഇത് നിൽക്കുന്നത് കാട്ടുപന്നിയാട്ടോ. കുഞ്ഞുങ്ങളും ഉണ്ട്, തള്ളയുണ്ട്. മേത്തൊക്കെ മൊത്തം ചെളിയാണ്. കുറെ എണ്ണം ഉണ്ട് കേട്ടോ. അതേ താഴെ ആ ഒരു നീല ഷെഡിന്റെ അടിയിലൊക്കെ ഇഷ്ടം പോലെ. ഇത് മുഴുവനും വേസ്റ്റ് ആട്ടോ. അതിനകത്ത് കൂടെ നടക്കുന്നത്. അതിനെടുക്കുന്ന ഓർമ്മത്തിന് ഇല്ലേ, വളർത്തുന്ന എന്തോ അവിടെ ഗ്രില്ലൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നുണ്ടോ? അത് വളർത്തുന്ന കേട്ടോ. നോക്കുന്നുണ്ട് നിന്നെ ഒരാള്. തമിഴ്നാട്ടിൽ കയറിട്ട് നമുക്ക് ഇന്നിങ്ങനെ പന്നിക്കുട്ടീനെ കാണാൻ പറ്റും. പന്നികളുണ്ട്. അപ്പൂപ്പൻ അതിനകത്തുനിന്ന് വേസ്റ്റോ കുപ്പി എന്തൊക്കെയോ പറക്കുന്നുണ്ട് കേട്ടോ. ആഗ്രഹം ഇറക്കാൻ തോന്നുന്നു വൈകിട്ട് 2:30 അടിക്കാനേ. ഈ കിടക്കുന്നതാണ് അതിന്റെ അപ്പിട്ടോ. മെയിൻ റോഡിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും കട ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ചെറിയൊരു സിറ്റി പോലെ കേട്ടോ. ഒരു പള്ളിയുടെ മിനാരൊക്കെ നിൽക്കുന്നുണ്ടോ. നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെറിയൊരു കടയിൽ കയറിയേക്കാം കേട്ടോ. ഇവിടെ നമ്മള് പൂരി വാങ്ങിച്ചിട്ടുണ്ട്. പൂരിയുടെ കൂടെ ചെറിയൊരു കഷ്ണം വടയുണ്ട്. എങ്ങനെയുണ്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ. വേറെ എവിടെ നോക്കിയിരിക്കണ്. ചമ്മന്തി വേണം ഇരിപ്പുണ്ട്, എടുത്ത് കഴിച്ചോളാം കേട്ടോ. അപ്പൊ നമ്മള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം കേട്ടോ. നമ്മൾ ഇവിടുത്തെ ചായ വാങ്ങിച്ചിട്ടോ. ഈ ചായ ലൈറ്റ് ചായ, മധുരം കുറച്ച്. പക്ഷെ ഈ ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അമ്മ ഇത് എണ്ണ പോട്ടിട്ട് ചായയിലെ ഇഞ്ചി அப்புறம் ஏலக்காய் ரெண்டு சேர்த்து பொடிச்சு പോട്ടിട്ടെ. ഇത്ര ദിവസം ചായ കുടിച്ചതില് ഇതുപോലെ ടേസ്റ്റ് ആദ്യമായിട്ട് കിട്ടുന്നു. അതുകൊണ്ട് ഞാൻ എന്താന്ന് ചോദിച്ചേട്ടോ.
സാധാരണ എനിക്ക് വീട്ടിൽ അറിയില്ല ചായക്ക് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയാത്തെ ഇതൊരു സ്പെഷ്യൽ ആയിട്ടുണ്ട് ഞാൻ നോക്കിയിട്ട് അല്ല ഒരു വേറെന്തല്ലോ ഒരു കമ്പിന്റെ ചോദ്യം അല്ലേ എനിക്കാണ് ഫീൽ ചെയ്യുന്നത് നമ്മുടെ നാട്ടില് ഇഡ്ഡലി തട്ടില്ലേ ഇവിടുത്തെ ഇഡ്ഡലി തട്ടാണ് ഇത് ഇഡ്ഡലി ഇരിക്കുന്നുണ്ടോ നമ്മുടെ അവിടുത്തെ വലിയ കലം ചെമ്പ് അപ്പച്ചെമ്പ് ഇതിലൊക്കെ അല്ലേ ഇറച്ചിക്കട കേട്ടോ കാണുന്നത് തടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഉള്ളിലോട്ട് കയറിയ ഒരു ഫീല് റോഡിന്റെ തൊട്ട് സൈഡിലുള്ള ഒരു കൊച്ചു ടൗണ് പശുവിനൊക്കെ കയറ്റി വെച്ചേക്കുന്നത് ആരാടെ അതാണ് എരുമ ആ ഗൈസ് ഇതാണോ എരുമേനെ കണ്ടാ തിരിച്ചറിച്ച് എരുമ അയക്കുന്നു പേര് മാറ്റി വണ്ടി ഉണ്ടോ ഇവിടെ കുറെ എണ്ണം ഉണ്ട് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പലചരക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു ജീപ്പ് കിടപ്പുണ്ട് ഈ ജീപ്പ് കേരളത്തിലോട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോണോ ഇപ്പൊ ഇവിടുന്ന് ഓർഡർ ചെയ്യും സാധനം അവിടെ എത്തും അതിന്റെ ഉള്ളിലെ ഐറ്റംസുകളൊക്കെ കിട്ടോ അവിടേക്ക് വാ കക്കാനാക്കാളെ കൂട് കൂട്. ഇതിനല്ലേ ആക്കല് കൂടി കക്കാനാക്കാം ഇതാണ് ഇവിടുത്തെ ഓട്ടോയുടെ സ്പീക്കർ ഇരിക്കുന്നുണ്ട് ആ സീറ്റൊക്കെ വേറെ ലെവല് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടോ അവിടുത്തെ അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ പെട്ടെന്ന് സ്നേഹം മാറി അതിന്റെ കാര്യം എന്തോ അവരെ മോനെ എന്തൊക്കെ പറഞ്ഞു കൊടുത്തേ അതുകൊണ്ട് അങ്ങോട്ട് പോണ്ടെന്ന് നമ്മൾ ഇരിക്കുന്ന കടയില് വിജയുടെ പോസ്റ്റർ ഉണ്ടായിരുന്നേ അതിന്റെ ബാക്കി എല്ലാ ഭാഗങ്ങളും ഉണ്ട് മുഖം ഭാഗം വലിച്ചു കീറിയിട്ടേക്കും അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി നമ്മള് പോയ ഇടം വേറെ ഇടോ കഴിച്ച് നമ്മള് കുറച്ചു നേരം ഈ ഒരു ഭാഗത്ത് ഇരിക്കുവായിരുന്നു കേട്ടോ ഭക്ഷണം കഴിച്ചല്ലേ ഉള്ളൂ അപ്പൊ തന്നെ നടന്നു കഴിഞ്ഞാൽ വയറ് കൊളുത്തി പിടിക്കും ഒരു സൈഡില് വർക്കും നടക്കുന്നുണ്ട് സൗന്ദര്യമൊക്കെ നോക്കുന്നുണ്ട് നല്ല വിശാലമായിട്ടുള്ള റോഡാട്ടോ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചെറിയ റോഡിൽ കൂടെ ഞങ്ങളിപ്പോ നടന്നു പോകുന്നത് ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ മരങ്ങളാട്ടോ മൊത്തം ആര്യവേപ്പിന്റെ മരമാണ് ഇതുണ്ടോ പാമ്പം പുറ്റെന്ന് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ല നമ്മള് നടന്നു വരുന്ന വഴിക്ക് ഇതിനെ ഒരു ദേവിയായിട്ട് പ്രതിഷ്ഠ ചെയ്തേക്കുന്ന കേട്ടോ നമ്മൾ ഇന്നലെ കുറച്ച് ചക്കയൊക്കെ കണ്ടില്ലേ ചക്കയുടെ കട ജ്യൂസ് കട ഇവിടെ അതുപോലെ കരിക്കിന്റെ കട അവരുടെ വീടാട്ടോ ഈ കാണുന്നത് ചെറിയൊരു വീട് കണ്ടോ സത്യം പറഞ്ഞാൽ അത് കുക്കിംഗ് പേരെ കേട്ടോ നമ്മുടെ കിച്ചൺ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ഒരു ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചെറിയൊരു ടേബിളില് കോലൊക്കെ വരച്ച് ഒരു മരത്തിന്റെ അടിയില് നമ്മളെ നേരത്തെ കഴിച്ചില്ലെങ്കിൽ ഇവിടുന്ന് കഴിച്ചേനെ ഞാന് ഷുട്രോപ്പിയുടെ ഈ കാണുന്നത് വലിയൊരു കുളമായിരുന്നു കേട്ടോ ഇതുണ്ടോ അങ്ങോട്ട് ഇറങ്ങാനുള്ളതിന്റെ ഇറങ്ങുന്ന പടിയൊക്കെ ശിപ്പ കണ്ടോ ഒരു തുള്ളി വെള്ളമില്ല ഈ ചൂടത്ത് എങ്ങനെ ഒരു തുള്ളി വെള്ളം കാണാനല്ലേ തമിഴ്നാട്ടുകാര് വെള്ളം ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ടാവും നമ്മുടെ അവിടെയൊക്കെ വെള്ളം വെറുതെ കളയുന്ന ഇത്ര പേരുണ്ട് ഇതൊക്കെ നിങ്ങൾ കണ്ടോ ഒരു തുള്ളി വെള്ളം കളയുമ്പോ നിങ്ങൾ ഇതൊക്കെ ഓർക്കണം ക്രിസ്ത്യാനികളുടെ കബറടക്കം ഉണ്ടല്ലോ ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ടോ അവിടെ ഈ ഒരു സ്ഥലത്തിന്റെ പേരാണ് കന്തലവാടി എനിമീസ് ഹെഡ് കൊടി കണ്ടോ ഡേഞ്ചറസ് ഇതെന്തോ സ്മാരകം എന്തോ കേട്ടോ 17/10/1972 9/2/1989 28/3/2023 മൂന്നേറെ പടവും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല അടിപൊളി ഒരു ഫ്ലെക്സ് ഒക്കെ തയ്യാറാക്കി കുറെ നാളായെന്ന് തോന്നുന്നു ഈ കാണുന്ന ഒരു തട്ടുകട കേട്ടോ തട്ടുകളയിൽ ഒരു ഫ്ലെക്സ് തൂങ്ങി കിടക്കുന്നുണ്ടോ അവിടെ കുറച്ചാൾ കഴിഞ്ഞാ ഇവിടുത്തെ ഫ്ലെക്സിന്റെ ഒക്കെ സ്ഥിതി ഇതാണ് ചക്ക ഇരിപ്പുണ്ട് ഓടി പോകുന്നതാണല്ലോ വെറ്റി ഷെട്ടി കയറി ഇരിക്കാൻ പോകട്ടെ വെയില് കാരണം എങ്ങനെയുണ്ട് സുഖമുണ്ടോ തലയിൽ തൊപ്പി വരും അപ്പളെ കാറ്റ് കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് വെന്ത് ഒരുങ്ങും ഓ കണ്ട മുഖം കണ്ട വേർത്ത് കുളിച്ച് അതുപോലെ ചൂടാട്ടോ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് കണ്ടോ അവിടെ നമ്മുടെ ഒരു കുഞ്ഞു വീട് അതിന്റെ അടിയിലൊരു കൊടിയുണ്ടോ വെയിറ്റിംഗ് ഷെഡില് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചേക്കുന്ന പക്ഷെ അടിഭാഗം കണ്ടോ അടിഭാഗം തുളഞ്ഞു പോയി എന്തൊക്കെ കാഴ്ചകളോ എന്തൊക്കെ കോമഡികളും ആട്ടെ ചെറിയൊരു വെയിറ്റിംഗ് ഷെഡ് നല്ല രസം നല്ല അടിപൊളിയായിട്ട് പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ ആരൊക്കെ കിടക്കുന്നൊക്കെയാന്ന് തോന്നുന്നു കണ്ടോ തലാണിയൊക്കെ ഉണ്ട് ഇവിടെ അതിന്റെ പുറകില് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ജാക്കറ്റൊക്കെ ടൈം ഇപ്പൊ 10 മണി ആയിട്ടുള്ളൂ നല്ല വെയില് ഞാനും കാക്കയും കൂടി സൺസ്ക്രീം ഇടാൻ വേണ്ടി കേട്ടോ സൺസ്ക്രീം ഇട്ടാണ്ട് ഇരിക്കണ കടലാണ് നമ്മള് ഈ വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് ഇറങ്ങും കേട്ടോ നമ്മുടെ നടത്തം തുടങ്ങാണ് ബാ അല്ല ഇപ്പൊ വീണാനെ നല്ല വെയിലും നല്ല മേഘവും ഇമ്മൗസ് സ്പിരിച്വാലിറ്റി സെന്റർ യേശുക്രിസ്തു മാതാവ് പിന്നെ ആരാ അതെനിക്കറിയില്ല പള്ളിയിലച്ഛൻ ഒരു 3 നില വെച്ചിട്ടുള്ള ഒരു ക്രിസ്ത്യാനി മഠമാണെന്ന് തോന്നുന്നു കേട്ടോ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മഠം തമിഴ്നാട്ടിൽ കയറിയിട്ട് മുസ്ലിം പള്ളി ക്രിസ്ത്യാനി പള്ളി അധികമായിട്ട് കാണുന്നില്ല കേട്ടോ കുറച്ച് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ട് NH റോഡില് കുറച്ചേ ഉള്ളൂ അവിടെ കണ്ടോ അതിന്റെ ഒരു മന്ദിരവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ ഇതുണ്ട് കേട്ടോ അവിടെ പോയി നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റും ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ ഒരു കടയിൽ കയറിയേക്കോ കേട്ടോ നല്ല ദാഹമുണ്ട് കരിമ്പ് ജ്യൂസ് കുടിക്കാനൊന്നും നോക്കിയാൽ കിട്ടിയില്ല കുടിച്ചോ തണുപ്പില്ലാത്തത് വേറെ ഒന്നുമില്ല ഇവിടെ അത് കണ്ടോ നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ ആ കസ്റ്റമറെ ആകർഷിക്കാനും അതുപോലെ വേറെ ഓരോ ആചാരങ്ങളുണ്ടല്ലോ അത് ബന്ധപ്പെട്ട് കടയിൽ തൂക്കിയിട്ടേക്കുന്ന കേട്ടോ ഒരു തേങ്ങ എടുത്ത് ആ തേങ്ങ ഇതുപോലെ ഭസ്മവും കാര്യങ്ങളൊക്കെ തേച്ച് ഇവര് ദൈവത്തിന് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൊണ്ടുവന്ന് കടയിൽ കെട്ടി തൂക്കിയിടും ആ വണ്ടിയിലാണ് അവിടെ ഒരു ചക്കക്കടയുണ്ട് കേട്ടോ
അവിടുന്ന് ചക്ക വാങ്ങിച്ച് വണ്ടി കയറ്റി വീട്ടിലേക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നു. ഇവിടെ ചക്ക ഇഷ്ടം പോലെ കേട്ടോ. തണുത്ത വല്ല ജ്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇവര് തണുപ്പില്ലാത്തെടുത്താണ് ഞാന്. പിന്നെ ഫാൻ ഇടാൻ പറഞ്ഞപ്പോ എനിക്ക് ഫാന് കേടാണ്. എങ്ങനെയുണ്ട്, കറണ്ട് ഉണ്ട്. അയാൾ എത്ര വട്ടം വിളിച്ചെന്നറിയോ? ഒരു തുള്ളി വെള്ളത്തിന് പോയപ്പോ അയാള് പറഞ്ഞത് പുറത്തുള്ള പൈപ്പിൽ നിർത്തണം. അവിടെ നിറയെ വെള്ളമുണ്ട്. നിറയെ വെള്ളം. ഒരു ഷീറ്റ് ഇട്ടേക്കുന്ന വീടാ കേട്ടോ. ഈ ചൂടത്ത് എങ്ങനെ അതിനകത്ത് ഇരിക്കുന്നത് പഠിച്ചാനറിയാം. ഇത് ചൂടുണ്ടാവൂലേ? ചെറിയ തട്ടുകട. ഇത് നമ്മുടെ ചക്കയുടെയും മാങ്ങയുടെയും കടയാട്ടോ. ഗൈസ്, ആ കാണുന്നത് മുഴുവൻ JCB ആട്ടോ. JCBയുടെ ഒരു ഷോറൂം അത്. ഇഷ്ടം പോലെ JCB. സമയം 11:30 ആയിട്ടോ. തീ ജ്വലിക്കാണ്, ഒരു രക്ഷയില്ല. അതുപോലെ ചൂട്. റോഡിലോട്ട് നോക്കുമ്പോ ഇങ്ങനെ തീ ഇങ്ങനെ കിടന്ന് വെള്ളം പോലെ അങ്ങ് ദൂരം കണ്ടു ഞങ്ങൾക്ക് മനസ്സിലാവും. വെള്ളം ഇങ്ങനെ തെളിച്ചു പറയില്ല, അതേപോലെ. നമ്മുടെ നാട്ടില് പറയൂലേ ചക്ക മാങ്ങ തേങ്ങ എന്ന് പറയുന്ന പോലെ എല്ലാ സാധനവും കടയിലും. ആ കാണുന്നത് വലിയൊരു പാടം കേട്ടോ. അവിടുത്തെ ഒക്കെ പറിച്ചെടുത്തതിന് ശേഷം അതിങ്ങനെ കിടക്കാണ്. കണ്ടോ വെയില് റോട്ടില് നടന്നങ്ങോട്ട് പോകുന്നുണ്ട് ഞങ്ങളുടെ മുമ്പിൽ കൂടെ. ഞങ്ങക്ക് തണലേരാണ്, നമുക്ക് തണലേരാണ്. പറ്റിച്ച് നമുക്കും വെയിലാന്ന്. മരത്തിന്റെ അപ്പുറത്ത് കണ്ടോ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പാടം കേട്ടോ കാണുന്നത്, നെൽപ്പാടം. എനിക്കൊന്ന് ഇവിടുത്തെ കൊയ്ത്ത് കഴിഞ്ഞാന്ന് തോന്നി കഴിഞ്ഞ ഇടയ്ക്ക്. എന്നാൽ അടുക്ക് കുറച്ച് മരം നിൽക്കുന്നുണ്ടോ, നല്ല ഭംഗിയുണ്ടോ അവിടെ വീട് വെച്ചാല്. അങ്ങ് ദൂരെ നമ്മള് കണ്ട വണ്ടി കേട്ടോ. അതിന്റെ പുറകിലുള്ള ലോഡ് കണ്ടോ, എന്നാ ലോഡാണോ എന്തോ, കപ്പലിലെ എന്തോ എഞ്ചിൻ പോലെ ഉണ്ട്, അത്രയ്ക്ക് വലിപ്പം. അതിന്റെ വീല് കണ്ടോ കൊണ്ടാപ്പി, ഈ വീല് കണ്ടോ ചെറുത്, അതിന്റെ അടിയുന്നോ കാണാൻ പോലും ഇല്ല എവിടെ. എന്നാ സാധനമാണോ എന്തോ, വലിയൊരു ടാങ്ക് പോലത്തെ എന്തോ ഐറ്റം കേട്ടോ. അതുകൊണ്ട് കെട്ടി ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ അത്. 4 സൈഡും ഫുള്ള് സെറ്റാണ്. പിന്നെ പുറകിൽ വല്ല പേരുണ്ടോ, അല്ലോ എന്താണോ എന്തോ. അത്രയ്ക്ക് വലുപ്പമാട്ടോ. അവിടെ കണ്ടോ ഇഷ്ടം പോലെ പശുക്കുട്ടികളും പശുവും. അതിനെ നോക്കാനൊരു അപ്പനും അമ്മയും ഉണ്ട് കേട്ടോ. അതിനെ മേച്ചോണ്ട് നടക്കാണ്. എന്നാ വെയിലാന്നറിയോ, ഒരു കൊടയോ ഒന്നുമില്ല അവരുടെ കയ്യില്. അവർക്കൊക്കെ ഇത് ശീലമായി കാണും അല്ലേ. ഒരു ബാനർ കെട്ടിയിട്ട് ആ ബാനർ മൊത്തത്തിൽ പറഞ്ഞു പോയാ കാറ്റടിച്ചിട്ടായിരിക്കും. താഴെ കണ്ടോ ഭിത്തിയാണത്, മൊത്തം ഇടിഞ്ഞു പറഞ്ഞ് താഴെ കിടപ്പുണ്ട്. അതൊക്കെ കാഴ്ചകളാണെന്നറിയാം. ഈ വെയിലത്ത് തണൽ കൊള്ളാൻ വേണ്ടി കുറച്ചേരം ഇരിക്കുന്നുണ്ടോ. ചെന്നൈ നടപ്പോ വേണ്ടതില്ല, എന്നോട് ആസേ. உன்னோட ஆசை என்ன ஊர்ல இருந்து வர? കേരളം. கேரளால இருந்தா வரீங்க, எத்தனை நாளா? இன்னைக்கு 27வது நாள். விஜய் பார்க்க போறியா? ஆமா பாக்கலாமா? நடந்தானே போயிட்டு இருக்கு. அண்ணன் காலத்துல விழுந்தாலே போதும். புரியல. அண்ணன் காதுல விழுந்தாலே போதும். நடந்து போறேன்னு அப்படின்னா உன் வேண்டுதல் அவர் நிறைவேற்ற போறாரு. அப்ப இது வேண்டுதல் இல்ல, நான் ஒரு வாட்டி சொல்லலையா அவரு உன்னை பெறாத்து நல்லது பண்ண போறாரு. அவரு நல்லா எல்லாம் பண்ண வேணாம். விஜய பாக்க போறாரா? நடந்தே 24 நாளா நடந்து வராங்களா? 27 கேரளாவில இருந்து காலையில பார்த்தேன். நல்லா நன்றி, சந்தோஷமா பாரு. போய் நீ நினைக்கிறது நிறைவேறும். கடவுள்கிட்ட நான் வேண்டிக்கிறேன். சரி. കാത്തലവാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മള് കമ്മങ്കുള് കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയേക്കാണ്. കണ്ടോ, കമ്മങ്കുള് കുടിച്ചാല് വയറിന് പ്രത്യേക ഒരു സുഖമാണ്, ഒരു കട്ടിയുള്ള പോലെ ഇരിക്കും. അതിന്റെ കൂടെ കുറച്ച് ഡിഷസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ കേരളത്തില് മൺമറഞ്ഞു പോയ ഒരു ഐറ്റമാണ്. ഇതിന്റെ പേര് ആർക്കെങ്കിലും അറിയെങ്കിൽ പറയട്ടോ. തമിഴ്നാട്ടിൽ വന്നപ്പോ കണ്ടാണ്. ഇതുണ്ടോ നിറച്ചുണ്ട്. നീ സർപ്രൈസ് ഉള്ളതാണ് കളി. ചൂട് ഉച്ചിയിലിരിക്കുന്നവരാണ്, തണുത്ത വെള്ളം വാങ്ങിച്ചിട്ട് ഒട്ടിച്ച് വെച്ചേക്കുക. അതുപോലെ ചൂടാട്ടോ. ഇത്രയും ചൂട് നമ്മള് ഇതുവരെ കൊണ്ടിട്ടില്ല. ഇന്ന് ചൂട് കൂടുതലാന്ന് തോന്നുന്നു. കടയിൽ വന്നിട്ട് എത്ര നേരമായെന്നറിയോ, നമുക്ക് ഇറങ്ങാൻ തോന്നില്ല. ഉള്ളിൽ ഇരുന്നിട്ടും പുകയെന്ന് പുറത്തിറങ്ങിയാലും പോയത്. കുറച്ചു നേരം കഴിയട്ടെ, നോക്കട്ടെ. ഇനി വെയില് കൂടും. ചൂടായോണ്ടോ, ആയോണ്ടോ. സമയം 4 മണിയായിട്ടോ. ചൂടിന് ഒരു കുറവുമില്ല. നമ്മളവിടുന്ന് ഇറങ്ങി നടക്കണം. ബാ, തമിഴ്നാട്ടിലെ സ്വർണ്ണക്കന്നിയാണ് എന്റെ പുറകിൽ കാണുന്നത്. അതുണ്ടോ, ഓ സ്വർണം വിളഞ്ഞിരിക്കുന്നു. അല്ലാണ്ടോ ഈ മെഷീൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ആളോട് സംസാരിച്ചു. ആള് പറഞ്ഞത് നെല്ല് വേർതിരിച്ചെടുക്ക. നല്ല പരിപാടിയാട്ടോ, നല്ല രസമുണ്ട് കാണാന്. തൊട്ട് പുറകില് മുഴുവനും പാടമാട്ടോ. ഇത് കണ്ടോ, ഇതുപോലെയാണ് ഇപ്പൊ വേർതിരിച്ചെടുത്തത്. ഇതാണ്ടോ ഇവിടെ ഉണ്ട്. അപ്പുറത്ത് ചാക്കിലൊക്കെ മൂടിയിട്ടിട്ടുണ്ട് കേട്ടോ. അത് പൊളിച്ചിട്ട് അതിന്റെ ഉള്ളിൽ അരിയുണ്ട്. കുറച്ചു ദൂരം നടന്നു കൊണ്ട് നമ്മള് ഈ ഒരു പെട്രോൾ പമ്പിൽ കയറിട്ടോ.
ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവുമ്പോൾ ഉച്ചക്കത്തെ ചൂടും കാര്യങ്ങളൊക്കെയാ സഹിക്കാൻ പറ്റുന്നതിനെക്കാട്ടും അപ്പുറം കേട്ടോ. മുടിഞ്ഞ ആവിയും. ഫ്രഷ് ആയോ? എങ്ങാണ്ട് ഇപ്പോ താഴത്തെ പോലെ തന്നെ പ്രത്യേകിച്ച് സുഖമൊന്നുമില്ല. ഗൈസ് നമ്മള് ഒരു കടയില് ചായ പിടിക്കാൻ വേണ്ടി കയറി കേട്ടോ. പുറകെ നമ്മുടെ ഇവിടുത്തെ അണ്ണനാണ്. പേഴ്സല്ലേ കല്യാണ സെന്ററാ. അപ്പൊ എന്റെ കൂടെ നമ്മുടെ TVKയിലെ 2 മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. എന്താ പേര്? മണി വിജയ്. ഇവര് നമുക്ക് രാത്രിത്തെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞ് നമ്മളവിടുന്ന് വണ്ടി കയറ്റിക്കൊണ്ട് പോകാന്ന് പറഞ്ഞിട്ടോ. ഞാൻ പറഞ്ഞില്ല, നമ്മൾ കുറച്ചുകൂടെ നേരം നടക്കും. അപ്പൊ നിങ്ങൾ പൊക്കോ, ഞങ്ങൾ പുറകെ വരും. നമ്മളവിടെ കോണ്ടാക്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ரொம்ப നന്ദിയുണ്ടേ. നമ്മള് പാടത്ത് കുറെ പശുക്കളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുണ്ടോ, റോഡിന്റെ സൈഡിൽ മുഴുവൻ കെട്ടിയിട്ടേക്കും കേട്ടോ. ഇതുണ്ടോ, കയറുണ്ടോ? അപ്പൊ പേടിച്ചിട്ടാ ഞാന് ക്യാമറ സംഭവം എന്താ സാധനമൊക്കെ തോന്നുമല്ലോ. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ കുറെ ഇപ്പുണ്ട്. രാത്രി ആയിട്ടാണ് വലുതായിട്ട് കാണാത്ത. ഞാൻ ചോദിച്ചാണ് കൊയ്ത്തല്ല, ഇത് പശുവിനെ ഇങ്ങനെ കെട്ടി നിർത്തിയേക്കുന്ന ഇവിടെ മൊത്തം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവരെ മുതലാളി ആരേക്കും? മുതലാളിക്ക് പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല. ഇതുണ്ടോ, കുറെ ഉണ്ട് കേട്ടോ. അത് ക്രാവിനെ വരെ കെട്ടിയിട്ടുണ്ട്. ഇതാന്ന് തോന്നുന്നു ഇവരുടെ തൊഴുത്ത്. ഇത് ഏത് കോഴി മനസ്സിലായോ? ഇത് കൊത്തുമാ. ഇതാണ് മക്കളെ സണ്ടക്കോഴി. പിടിക്ക് സടകോഴി പിടിക്ക്. ഒന്നും ചെയ്തില്ല. പിടിച്ചോ? പിടിച്ചോ. തലവെക്ക്. പേടിക്കണ്ട. പേടിച്ചിട്ട് പിടിക്കല്ലേ. കൊത്തൂല. കൊത്താതെ. പിടിച്ചോ, മുറുകെ പിടിച്ചോ. എങ്ങനെയുണ്ട് സണ്ടക്കോയിനെ പിടിച്ചിട്ട്? കുത്തൊന്ന് ചാടി മൂക്കം കണ്ണൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. കൊടുക്കട്ടെ. കൊടുത്തോ. എന്തെന്ന് ഇവിടെ ഇരിക്കണേ? നമ്മൾ അപ്പുറത്തെ റോഡിൽ നിന്ന് ഇപ്പുറത്തോട്ട് കയറും. എന്റെ കാല് റോഡിൽ നിർത്തിയിട്ടേക്കുന്ന ബസ്സും കൊറേ ഉണ്ട് കേട്ടോ. അത് അപ്പുറത്ത് കിടക്കുന്നുണ്ട്. കിടാവൊക്കെ കിടപ്പുണ്ട്. കുഞ്ഞിക്കിടാവേ. നമ്മുടെ സൈഡിൽ ബൈക്ക് വന്നില്ലേ, നമുക്ക് എസ്കോട്ട് വരുന്ന പോലെ വരുവാ കേട്ടോ. പാവം. ഇത് ശരിക്കും പറഞ്ഞ തൊഴുത്താട്ടോ. ഈ സൈഡ് ആ റോഡാ. രണ്ട് സൈഡിലും പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ അവിടെ പോയി വെയിറ്റ് ചെയ്യും, ഞങ്ങൾ അവിടെ വണ്ടി കയറാന്ന് പറഞ്ഞ സമ്മതിക്കുന്നില്ല കേട്ടോ. നമ്മളപ്പോ ഇവരോട് വണ്ടി കയറി പോവാണ്. നമുക്ക് ഒരു ഭയങ്കര സങ്കടം. ഇതുപോലൊരു ഫീലും ആദ്യമായിട്ടാട്ടോ. അവര് വരുന്ന നോക്കുന്നോ, 2 ബൈക്കും കാറ് നമ്മളെ പുറകെ. നമ്മൾ അവരോട് കയറി പോകട്ടെ. നമുക്ക് ഭയങ്കര സങ്കടം. ഒരാൾ അകത്ത് കയറി സീറ്റ് പിടിച്ചിട്ടാ ആള് കയറും കേട്ടോ. ഈ ഒരു ബോർഡ് കാര്യങ്ങളൊക്കെയാണ്. കൊള്ളാമേ. മറന്നു പാക്കുമ്പോ ரொம்ப കഷ്ടമാ இருக்கு. അതെല്ലാം പറഞ്ഞല്ലേ. അതിന്റെ ഉള്ളിൽ കുടുങ്ങിയത് പിടിക്കാവോ? നമ്മളങ്ങനെ വിളിപ്പുറം ടൗണിൽ വന്ന് ഇറങ്ങിട്ടോ. ണ്ടോ അപ്പൊ ഇവിടുന്ന് നമ്മളിനി അടുത്ത ഭക്ഷണം കഴിക്കാൻ പോകട്ടെ. ഇവിടുത്തെ കുറെ ആൾക്കാർ മിക്കാനും വരും. ഉണ്ടെങ്കിൽ വരുവാണെങ്കിൽ ഞാൻ ഉൾപ്പെടുത്താട്ടോ. ഇതാട്ടോ ഗൈസ് നമ്മുടെ വണ്ടി കൊടി പറക്കുന്നുണ്ടോ. നമ്മളങ്ങനെ തിരിച്ച് അടുത്തൊരു സ്ഥലത്തെത്തിട്ടോ. ഇവിടെ ഒരു റൂംസിന്റെ ഉള്ളിലോട്ട് പോവാണ്. ഇവരൊക്കെ നമ്മുടെ TVKയുടെ മെമ്പർ ആയിട്ടുള്ള ആൾക്കാരാട്ടോ. സ്പോടറൊക്കെ വെച്ചിട്ട് പോവാണ്. നമ്മളെ റൂമിലോട്ട് പോവാട്ടോ. ഇവിടെ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നു. நல்லா பாருங்க. தரவேட்ட இது வாங்கிட்டீங்களா? இல்ல கடைசியிலும் கிடைக்கிற இதுவா இருக்கு. பாக்கிறதுக்கு ஒரு உதவி நீங்க. அப்படியா? சரி, நான் ஒரு நம்பர் தரேன். அந்த நம்பர்ல பேசுறேன். கண்டிப்பா வந்து ஆர்டர் நான் பிடிஎ நம்பர் தரேன். இது நாங்க கண்டிப்பா பேசுறேன். നമ്മള് സത്യം പറഞ്ഞാൽ 3 പ്രാവശ്യം റൂമിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി പോയിട്ടോ. അത്രത്തോളം സന്തോഷമുണ്ട്. കാരണം നമ്മളെ മീറ്റ് ചെയ്യാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സെക്രട്ടറി, അതായത് നമ്മുടെ ഒരു ഇപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ല എടുത്തു കഴിഞ്ഞാൽ പാലക്കാട് ജില്ല മൊത്തത്തിൽ കവർ ചെയ്യുന്നതായിട്ടുള്ളൊരു
ആളുണ്ടാവില്ല. എനിക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് വലിയൊരു പിടുത്തമില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള 2-3 പേരാണ് നമ്മൾ വന്നത്. സമയം നോക്കാതെ അവർ വന്നില്ലേ നമ്മളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പെട്ടെന്ന് ഇവിടുന്ന് വരുന്നത് കേട്ടോ. നമ്മളോട് ചോദിക്കും മുകളിലോട്ട് വരണമെങ്കിൽ വരാം, താഴത്തേക്ക്. അപ്പം ഞാനാ പറഞ്ഞ താഴത്തേക്ക് വരാമെന്ന്. ഒത്തിരി സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകട്ടോ. ഒരാൾ ഭക്ഷണം കഴിച്ചു, ഞാൻ കഴിക്കാൻ പോകണം. ഇത് അവർ വാങ്ങിച്ചു തന്ന ഭക്ഷണം കേട്ടോ. അപ്പൊ നമ്മുടെ റൂമാണ് ഈ കാണുന്നത്. സൂപ്പർ റൂമാട്ടോ, അടിപൊളി. AC ഒക്കെ ഉണ്ട്, അവിടെ ഉണ്ട് സാധനം കാര്യങ്ങളൊക്കെ അവിടെ വെച്ചേക്കാണ്, കുറച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മള് അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.